നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. സൈനികരെ കൂടുതൽ നമ്മൾ വിന്യസിക്കുന്നുണ്ട്. എല്ലാ കര, നാവിക, വ്യോമ മേഖലയിലുള്ള നമ്മുടെ സേനകളോട് തയ്യാറായിരിക്കാനാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കം പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, യുദ്ധവിമാനങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ 63,000 കോടി രൂപയുടെ കരാറിലാണ് ഫ്രാൻസുമായി റഫേൽ യുദ്ധവിമാനങ്ങൾ എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് ഒപ്പുവെച്ചത്. അങ്ങനെ എല്ലാ യുദ്ധസന്നാഹങ്ങളും ഇന്ത്യ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പാകിസ്ഥാന്റെ ആത്മധൈര്യം ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ചില കത്തുകളിലെ ഉള്ളടക്കം സൂചിപ്പിക്കുന്നത്. ഏതായാലും ഈ കത്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാവുകയാണ്. 26 സാധാരണക്കാർ കൊല്ലപ്പെടുകയും 17 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണം ഇന്ത്യയുമായുള്ള യുദ്ധഭീതിക്ക് കാരണമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് സൈനിക ഉദ്യോഗസ്ഥരിൽ മറ്റുള്ളവരെ കൂടി രാജിവെപ്പിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ നൽകിക്കൊണ്ടുള്ള ഒരു കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള യുദ്ധസാധ്യത വർദ്ധിച്ചതിനെ തുടർന്ന് 4,500-ലധികം പാകിസ്ഥാൻ സൈനികരും 250 ഓഫീസർമാരും രാജിവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പഹൽഗാം സംഭവം ഇരു രാജ്യങ്ങളും തമ്മിൽ ഇതിനകം തന്നെ പിരിമുറുക്കം അല്ലെങ്കിൽ ബന്ധം കൂടുതൽ വഷളാക്കുന്നതിനിടയിലാണ് പാകിസ്ഥാൻ സൈന്യത്തിൽ വർദ്ധിച്ചുവരുന്ന ആശങ്കകളാണ് ഇപ്പോൾ കൂട്ടത്തോടെയുള്ള ഈ ഒളിച്ചോട്ടങ്ങളെല്ലാം തന്നെ പ്രതിഫലിപ്പിക്കുന്നത്. ഇന്റർ സർവീസസ് പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ഫൈസൽ മഹ്മൂദ് മാലിക് ഏപ്രിൽ 26-നാണ് ഈ ഒരു കത്ത് അയച്ചിരിക്കുന്നത്. അതിൽ ടു അഡ്രസ് എന്നുള്ളത് ഓൾ റാങ്ക്സ് പാകിസ്ഥാൻ ആർമ്ഡ് ഫോഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാവർക്കുമുള്ള പാകിസ്ഥാൻ ആർമിയിലുള്ള എല്ലാ ആർമ്ഡ് ഫോഴ്സുകൾക്കുമുള്ള ഒരു ഉപദേശം എന്ന നിലയിലാണ് ഏപ്രിൽ 26-ന് ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത്. കത്തിൽ 2 ദിവസത്തിനുള്ളിൽ വളരെ അത്ഭുതപൂർവമായ, അതായത് പാകിസ്ഥാന് തന്നെ വളരെ അത്ഭുതപൂർവമായ എണ്ണം രാജികളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നിരവധി സൈനിക പോസ്റ്റുകൾ അതിനാൽ തന്നെ ഒഴിഞ്ഞുകിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത് സൈനികർക്കിടയിൽ ആഴത്തിലുള്ള ഉത്കണ്ഠയുടെ സൂചനയാണ് നൽകുന്നത്. പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന 12ാമത് കോപ്സിനെയാണ് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കൂട്ടരാജി ബാധിച്ചിരിക്കുന്നത്. ഇവിടെ ഏകദേശം 200 ഓഫീസർമാരും 600 സൈനികരും തങ്ങളുടെ പോസ്റ്റുകൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. കൂടാതെ നോർത്തേൺ കമാൻഡ് ഏരിയയിൽ 100-ലധികം ഓഫീസർമാരും 500 സൈനികരും രാജിവെച്ചതായി റിപ്പോർട്ടുണ്ട്. അതേസമയം നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള മംഗൾ കോപ്സിൽ 75 ഓഫീസർമാരും 500-ലധികം സൈനികരും സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. അതായത് അതിർത്തി മേഖലയിലൊക്കെ തന്നെ സൈനികർ കൂട്ടരാജിയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മൊത്തത്തിൽ 4,500-ലധികം സൈനികരും അതുപോലെ തന്നെ ഉന്നത ഓഫീസർമാരൊക്കെ തന്നെ രാജി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. റിപ്പോർട്ടുകൾക്കിടയിൽ സൈന്യത്തിൽ പ്രചരിക്കുന്ന ഒരു വൈറൽ കത്താണ് ഇപ്പോൾ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത്. പഹൽഗാമിലെ പാകിസ്ഥാൻ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ സംഘർഷം യുദ്ധത്തിന്റെ വക്കിലേക്ക് നയിച്ചുവെന്നും ഇത് സൈന്യം വിട്ടുപോകാൻ പ്രേരിപ്പിച്ചുവെന്നും കത്തിൽ അവകാശപ്പെടുന്നുണ്ട്. സൈനികർ ഭയം നിരസിക്കാൻ മാത്രമല്ല പ്രതിജ്ഞ ഉയർത്തിപ്പിടിക്കാനും ആത്മവീര്യം നിലനിർത്താനും കത്ത് ആവശ്യപ്പെടുന്നുണ്ട്. അണികൾക്കുള്ളിലെ ഐക്യത്തിന്റെ ആവശ്യകത ഊന്നി പറയുന്നുണ്ട്. ഇനി എന്തൊക്കെ ഊന്നി പറഞ്ഞിട്ടും കാര്യമില്ല. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം ഇതുവരെ 4,500-ലധികം സൈനികർ ഇതിനോടകം കൂട്ടരാജി എടുത്തിരിക്കുന്നു. കത്തിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്രകാരമാണ്. പഹൽഗാമിൽ നമ്മുടെ മുജാഹിദീൻ നടത്തിയ സംഭവം വർദ്ധിച്ചു. ഇപ്പോൾ ഇന്ത്യയുമായുള്ള യുദ്ധഭീതി സൈനികർക്കിടയിൽ രാജിവെക്കാനും സൈന്യത്തിൽ നിന്ന് പിന്മാറാനുമുള്ള വലിയ അഭ്യർത്ഥനകൾക്ക് കാരണമായി. ഈ തെറ്റായ വിവരങ്ങൾ നമ്മുടെ ഐക്യത്തെയും വിശ്വാസത്തെയും ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിടുന്നു. അടുത്തത്, നിങ്ങളുടെ ശബ്ദം ഉയർത്തിപ്പിടിക്കുക. പാകിസ്ഥാനിലെ മുജാഹിദീൻ എന്ന നിലയിൽ രാഷ്ട്രത്തെ പ്രതിരോധിക്കാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധത പവിത്രമാണ്. ഭയം നിരസിക്കുകയും ഉറച്ചു നിൽക്കുകയും ചെയ്യുക. ധൈര്യം നിലനിർത്തുക. ഓപ്പറേഷൻ സ്വിഫ്റ്റ് റിട്ടോർട്ടിൽ പ്രകടമാക്കിയതുപോലെ നമ്മുടെ സൈന്യം യുദ്ധസജ്ജമായി തുടരുന്നു. ഉന്നത മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനായി ദർബാറുകൾ നടത്താൻ കമാൻഡിംഗ് ഓഫീസർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ഐക്യത്തിലേക്കുള്ള ആഹ്വാനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നമ്മുടെ ശുഹാദയുടെ, അതായത് രക്തസാക്ഷികളുടെ അവകാശികളാണ്. ചന്ദ്രകലയ്ക്കും നക്ഷത്രത്തിനും കീഴിൽ ഐക്യത്തോടെ നിലനിൽക്കുക. പാകിസ്ഥാൻ സിന്ദാബാദ്, പാകിസ്ഥാനെ ദീർഘായുസ് എന്ന് പറഞ്ഞുകൊണ്ടുകൂടിയാണ് ഈ ഒരു കത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് കൃത്യമായിട്ട് ഇത്ര ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് കൂട്ടരാജി എടുത്ത് ഒഴിഞ്ഞു പോയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒരുമിച്ച് വളരെ ധൈര്യത്തോടു കൂടി നിലനിൽക്കണമെന്നുള്ള ഉപദേശമാണ് ഇനിയും കൊഴിഞ്ഞു പോകാൻ നിൽക്കുന്ന പാക് സൈനികർക്കായിട്ട് ഇപ്പോൾ ഈ കത്തിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഉപദേശം എന്ന് പറയുന്നത്.
ഏതായാലും ജനറൽ അസീം മുനീറിന്റെ നേതൃത്വത്തെ വിമർശിക്കുന്നവർ കൂട്ടരാജികളെ സൈനിക ആത്മവിശ്വാസം കുറയുന്നതിന്റെയും സൈന്യത്തിനുള്ളിലെ കമാൻഡ് ഘടന ദുർബലമാക്കുന്നതിനെയും തെളിവായിട്ട് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ നേതൃത്വത്തോടുള്ള അതൃപ്തി വർദ്ധിച്ചു വരുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടയിലാണ് രാജികളുടെ ഈ വർധനവ്. ജനറൽ അസീം മുനീറിന്റെ കീഴിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ മനോവീര്യം ഗണ്യമായി കുറഞ്ഞുവെന്ന് വിമർശകർ അഭിപ്രായപ്പെടുന്നു. ഇത്തരം പ്രക്ഷുബ്ധമായ സമയങ്ങളിൽ ക്രമസമാധാനം നിലനിർത്താനുള്ള നേതൃത്വത്തിന്റെ കഴിവിൽ സൈനികരും ഉദ്യോഗസ്ഥരും ആത്മവിശ്വാസക്കുറവ് ചൂണ്ടിക്കാണിക്കുന്നു. ഈ കൂട്ടരാജികളെ നേരിടാൻ സൈന്യം പാടുപെടുമ്പോൾ പാകിസ്ഥാന്റെ സൈനിക സന്നദ്ധതയ്ക്കും മാത്രമല്ല പ്രാദേശിക സ്ഥിരതയ്ക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ പ്രധാനമാണ്. സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും അതീവ ജാഗ്രതയിലാണ്. ഇത് ഇരു രാജ്യങ്ങൾക്കും ഈ നിമിഷത്തെ നിർണായക നിമിഷമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ സയ്യിദ് അസീം മുനീർ എവിടെയാണെന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങളും വർദ്ധിച്ചു വരികയാണ്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് മുനീർ അപ്രത്യക്ഷനായെന്നോ ഒളിവിലാണെന്നോ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മുനീറും കുടുംബവും രാജ്യം വിട്ടുവെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചതോടെ ഹാഷ്ടാഗ് മുനീർ ഔട്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ അങ്ങനെ ഒരു ഹാഷ്ടാഗ് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഈ ഊഹാപോഹങ്ങളെ ചെറുക്കുന്നതിനായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഏപ്രിൽ 26-ന് അബോട്ടാബാദിൽ നടന്ന ഒരു പരിപാടിയിൽ ജനറൽ മുനീറിനൊപ്പം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഉള്ളതായി കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഫോട്ടോ പോസ്റ്റ് ചെയ്തിരുന്നു. മുനീറിന്റെ അഭാവത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ ഇല്ലാതാക്കാൻ ലക്ഷ്യമിട്ട് നിർദ്ദിഷ്ട തീയതിയും അടിക്കുറിപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചില സോഷ്യൽ മീഡിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രങ്ങൾ പഴയതാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ സൈന്യത്തിനുള്ളിൽ അസ്വസ്ഥത ഉടലെടുത്തിരിക്കുന്നത്. 2 വിദേശ പൗരന്മാർ കൊല്ലപ്പെട്ട പഹൽഗാം ആക്രമണത്തിൽ പശ്ചാത്തലത്തിൽ ഇന്ത്യ സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കി. ഈ നീക്കത്തെ പാകിസ്ഥാൻ നിയമവിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചിരുന്നു. ഏതായാലും ആക്രമണത്തിൽ പാകിസ്ഥാന് ബന്ധമുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചന നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഈ ഒരു ബന്ധം ഇന്ത്യയുമായുള്ള ബന്ധം ദുർബലമാവുകയും ഒരു യുദ്ധഭീതി ഉടലെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഈ ഒരു കൂട്ടരാജി അത് വിളിച്ചു പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ആർമിയോട് ഏറ്റുമുട്ടാൻ നേരിട്ട് നിന്ന് ഏറ്റുമുട്ടാൻ പാകിസ്ഥാന് കെൽപ്പില്ല എന്നുള്ളത് തന്നെയാണ്. ഇവരെ ലക്ഷ്യം വെക്കുന്നത് നമ്മൾക്ക് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി തന്നെ പറയാം. നമ്മുടെ പാവപ്പെട്ട വളരെ നിരായുധരായിട്ടുള്ള സാധാരണക്കാരെയാണ്. ഇവരെന്ത് ചെയ്തു? ഇവരെന്ത് തെറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്? ഇത്തരത്തിൽ സാധാരണക്കാരെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി, അതും മതം ചോദിച്ച് കൊലപ്പെടുത്തി, അതിന് വലിയ സൈനിക ആക്രമണമാണ്, അല്ലെങ്കിൽ അത് വലിയ വീരവാദമാണ്, സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള പോരാട്ടമാണ് എന്നൊക്കെ വിളിച്ച് കൂവിയിട്ട് യാതൊരു തരത്തിലുള്ള ഒരു കാര്യമില്ല. നമ്മുടെ ഇന്ത്യൻ സൈന്യം തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട്. പല മിസൈൽ പരീക്ഷണങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. അതിർത്തിയിൽ ഇപ്പോൾ കൂടുതൽ യുദ്ധവിമാനങ്ങൾ അടക്കം തന്നെ റോന്തു ചുറ്റുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സൈനികർ അതിർത്തി മേഖലകളിൽ നിന്ന് പ്രത്യേകിച്ച് സൈനികർ 4500-ലധികം സൈനികർ ഇപ്പോൾ കൂട്ടരാജിയെടുത്ത് പോയിരിക്കുന്നത്. അത് ഈ ഒരു ഭയം തന്നെയാണ് അത് വിളിച്ചു കൂവുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.